ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് റിയൽമി 9 ആക്റ്റീവ് ആണ്. ഒരു ബഡ്ജറ്റ് ഫോണായിട്ടാണ് സിയോമി ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ബോക്സിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റുകളെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ തരാം. അപ്പം ബോക്സ് ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് ലൈറ്റിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. വലുതായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 10,999 രൂപയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ 9,500 രൂപയ്ക്ക് കിട്ടും. ഇപ്പം പിന്നെ ബിഗ് ബില്യൺ സെയിലൊക്കെ നടക്കുന്നതാണ്. അതിലും നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കാർഡ് ഓഫേഴ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ മൊബൈലാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ അതിൻ്റെ താഴത്തായിട്ട് ഒരു മിനി ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ സിം ഇജക്ടർ ടൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത്. കവറൊന്നും ബോക്സിൻ്റെ അകത്ത് വന്നിട്ടില്ല. പിന്നെ അടുത്തായിട്ടൊരു ബ്ലാക്ക് കളർ ഡേറ്റ കേബിൾ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് കുറച്ച് കുറവാണെന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡേറ്റ കേബിളാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. സാധാ USB ടു മൈക്രോ USB ഡേറ്റ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് സി ഡേറ്റ കേബിൾ അല്ല, സാധാ മൈക്രോ USB ഡേറ്റ കേബിൾ. പിന്നെ ലാസ്റ്റായിട്ട് ബ്ലാക്ക് കളറിലൊരു ചാർജർ കൊടുത്തിട്ടുണ്ട്. നോർമൽ ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. 5 വാട്ട് 2 ആംപിയർ ആണ് ഇതിൻ്റെ ഔട്ട്. അത് നോർമൽ 10 വാട്ട്സിൻ്റെ ഒരു നോർമൽ ചാർജിങ് അഡാപ്റ്ററാണ് ഈ ബോക്സിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് റിയൽമി 9 ആക്റ്റീവിൻ്റെ ബോക്സിൻ്റെ അകത്തുള്ളത്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ബോക്സിലെ കണ്ടൻറ്റൊക്കെ എനിക്ക് നോർമലായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ റിവ്യൂയിലോട്ട് പോവാം. ആദ്യം തന്നെ ഫോണിൻ്റെ ഡിസൈനെ പറ്റി പറയാം. ഫോൺ സ്റ്റൈലിഷ് ആണ്. ഫസ്റ്റ് ലുക്കിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകതരം ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഹാർഡ് പ്ലാസ്റ്റിക് ബോഡിയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് വീഴാനുള്ള ചാൻസസ് കുറവാണ്. നല്ല ക്വാളിറ്റിയുള്ള ബാക്കിംഗ് ആണ് ഇവർ കൊടുത്തിട്ടുള്ളത്. താഴത്തായിട്ട് റിയൽമിയുടെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. ആ ലൈൻ പൊക്കത്തുനിന്ന് തുടങ്ങി താഴത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ സൈഡൊക്കെ കർവ്ഡ് ആണ്. നമുക്ക് കയ്യിൽ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അത്ര നന്നായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ടോപ്പിലായിട്ടാണ് ഇതിൻ്റെ ക്യാമറ വന്നിരിക്കുന്നത്. ഡ്യുവൽ ക്യാമറയാണ് വന്നിട്ടുള്ളത്. കോഡ് കോംബോയിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡ്യുവൽ ക്യാമറയാണ് വന്നിട്ടുള്ളത്. 13 MB പ്രൈമറി ക്യാമറയും 2 MB ഒരു അഡീഷണൽ ക്യാമറയും വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ താഴത്തായിട്ടാണ് ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. AI ക്യാമറ എന്ന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 MP ആണ്. ഓവറോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ എനിക്ക് വളരെ നന്നായിട്ടാണ്, നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ടാണ് തോന്നിയത്. അപ്പോൾ നമുക്കിനി ഫോൺ ബൂട്ട് ചെയ്ത് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ച് IPS HD+ ഡിസ്പ്ലേ ആണ്. അതുപോലെ 60 ഹെർട്സിൻ്റെ നോർമൽ റിഫ്രഷ് റേറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം IPS HD+ ഡിസ്പ്ലേ ആണ്, എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ബൂട്ട് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് ഡിസ്പ്ലേ നല്ലപോലെ കാണിച്ചു തരാം. അതിനു മുമ്പ് അതിൻ്റെ യൂസർ ഇൻ്റർഫേസിൻ്റെ ഒരു പറയാം. വളരെ സ്മൂത്താണ് യൂസ് ചെയ്യാനായിട്ട്. താഴത്തുനിന്ന് ഡ്രോ ചെയ്ത് നമുക്ക് എല്ലാ ആപ്സും കിട്ടും. സാധാരണ റിയൽമി ഫോൺ യൂസ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യൂസർ ഇൻ്റർഫേസിൽ കമ്പനി വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. വളരെ സ്മൂത്താണ്. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നസ്സിൽ എനിക്ക് ഡ്രോബാക്ക് ഒന്നും പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെയിലത്തൊക്കെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാം. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ നോർമൽ ഗെയിമിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. നോച്ച് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഔട്ട്ഡേറ്റഡ് ഡിസൈനായിട്ട് തോന്നിയെങ്കിലും സ്റ്റൈലിഷ് ആയിട്ടൊക്കെ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഫോൺ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാം ഡിസ്പ്ലേയിൽ കളറും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സൊക്കെ കാണാം. ഫോൺ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും 194 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാൻ വളരെ സ്മൂത്താണ് സാധനം. അതുപോലെ തന്നെ അത് തിക്നെസ്സും വരുന്നില്ല. സൈഡൊക്കെ കർവ്ഡ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 9 mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. സ്ലിം ഫോണാണെന്ന് നമുക്ക് പറയുകയും ചെയ്യാം. ഒരുപാട് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ഒരുപാട് ആപ്സ് ഇതിൻ്റെ അത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ഡിസൈൻ ഞാൻ നിങ്ങൾ ഒന്നുകൂടെ കാണിക്കാം. പൊക്കത്തായിട്ട് ക്യാമറ മോഡ്യൂൾ അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെൻസറുണ്ട്. ഇത് സൈഡിലോട്ട് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. അപ്പം നോർമൽ സിം ട്രേ ആണ് വന്നിരിക്കുന്നത്. 2 സിം ഒരു മെമ്മറി കാർഡ് ഒരേ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. 512 GB വരെ മെമ്മറി കാർഡ് യൂസ് ചെയ്ത് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ താഴത്തോട്ട് വരികയാണെങ്കിൽ മെയ്ക്ക് വന്നിട്ടുണ്ട്, ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്, സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വോളിയം ബട്ടൺ വന്നിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ക്യാമറയുടെ ബൾജിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു ബൾജിങ് ഉണ്ട്. ഇപ്പോൾ കവറിട്ട് യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പൊക്കത്തായിട്ടാണ് ഹെഡ്ഫോൺ ജാക്ക് വന്നിരിക്കുന്നത്. സാധാരണ 3.5 mm ഹെഡ്ഫോൺ ജാക്കാണ് വന്നിരിക്കുന്നത്. ക്യാമറ ബൾജിങ് കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ കവറിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൻ്റെ റാമിനെ പറ്റി പറയുകയാണെങ്കിൽ 4 GB റാമാണ് വന്നിരിക്കുന്നത്. അതുപോലെ 64 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തുമാത്രം ഫ്രീ ഉണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ കാണാം 11.3 GB യൂസ്ഡ് ആണ്. ഇപ്പോൾ ഏകദേശം 53 GB ഫ്രീ ഉണ്ട്. സാധാരണ 48-49 GB ഒക്കെ 64 GB ഫോണിൽ ഫ്രീ ഉള്ളതിൽ അതിൽ കൂടുതൽ മെമ്മറി ഫ്രീ കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആൻഡ്രോയിഡ് 10 ആണ്. ആൻഡ്രോയിഡ് 11 അപ്ഡേറ്റ് ഉടനെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്കിലും ഇത്രയും ലേറ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു മോഡലിൽ ആൻഡ്രോയിഡ് 11 തന്നെ കൊടുക്കേണ്ടതായിരുന്നു. അതെനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. ആൻഡ്രോയിഡ് 10 ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഉടനെ തന്നെ അപ്ഡേറ്റ് കിട്ടുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. ഒരു ദിവസം ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട് കിട്ടും. നിങ്ങൾ നോർമൽ യൂസ് ആണ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ ചെറിയ ചെറിയ യൂസുകൾ, കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ 1.5 ദിവസം ബാറ്ററി ബാക്കപ്പ് സുഖമായിട്ട് കിട്ടും. ബാറ്ററിയുടെ കാര്യത്തിൽ ഇതൊരു നല്ലൊരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പ്രൊസസ്സർ MediaTekൻ്റെ G35 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ്. അതൊരു ബിഗിനർ ലെവൽ അല്ലെങ്കിൽ ലോ എൻട്രി പ്രൊസസ്സറാണ്. അത് ഉപയോഗിച്ച് ഹൈ പെർഫോമൻസ് ഗെയിമൊന്നും നിങ്ങൾക്ക് കളിക്കാനേ പറ്റില്ല, ഒരുപാട് ഹാങ് വരും. അതുകൊണ്ട് തന്നെ കമ്പനി ഇതൊരു ബിഗിനർ ലെവൽ ഫോണായിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ യൂസുകൾ, ഫോണിന് വാട്സപ്പ് യൂസ് ചെയ്യണം, യൂട്യൂബ് യൂസ് ചെയ്യണം, അതുപോലെ ഫേസ്ബുക്ക് യൂസ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം. കോൾ വിളിക്കണം, ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പക്കാ ഫോണായിരിക്കും. ഒരു സ്മാർട്ട് ഫോണിലേക്ക് നിങ്ങൾ ചേക്കേറുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു പക്കാ ഫോണായിരിക്കും. നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ ഈ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇത് ഹൈ പെർഫോമൻസ് ഗെയിമിന് പറ്റിയതല്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് റിയൽമി 9 ആക്റ്റീവിനെ പറ്റി പറയാനുള്ളതും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫോണിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ളവർക്ക് വാങ്ങാൻ വേണ്ടി അത് ഉപകാരപ്പെടും. വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക.